ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുമോളുടെ ദേഹത്ത് വെള്ളമൊഴിച്ച ഒരു വിഷയമുണ്ട്. അനുമോളുടെ ദേഹത്ത് മാത്രമല്ല, അനുമോൾ കിടക്കുന്ന ബെഡിലേക്കും ഈ പറയുന്ന നെവിൻ വെള്ളം കൊണ്ട് ഒഴിക്കുകയായിരുന്നു. അനുമോൾ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. അനുമോൾ അവിടെ കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന നെവിൻ വരുന്നു. നെവിൻ ഈ പറയുന്ന ആര്യനോട് പറയുന്നു. ആര്യൻ ആദ്യം വന്നൊന്ന് വിളിച്ചിട്ട് പോയതാണ്. മാന്യമായിട്ട് തന്നെയാണ് എല്ലാവരെയും വിളിച്ചത്. അത് കഴിഞ്ഞ് നെവിൻ വന്നിട്ട് ക്യാപ്റ്റൻ്റെ എന്തോ ഒരു പവർ കാണിക്കാൻ വേണ്ടി വരികയാണ്. എഴുന്നേക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആര്യൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം കപ്പിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് നെവിൻ പോയിട്ട് ആ വെള്ളം എടുത്ത് അനുമോളുടെ ദേഹത്തേക്ക് കുടയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അനുമോൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആ വെള്ളം മൊത്തം അനുമോളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ എന്ത് ചെയ്തു? അനുമോളുടെ ബോട്ടിലിലെ വെള്ളം എടുത്ത് നെവിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. നെവിൻ പിന്നെ പോയി കിച്ചണിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനുമോളുടെ ദേഹത്തേക്ക് ഒഴിക്കാൻ നേരം അനുമോൾ പറഞ്ഞു നീ ഒഴിക്കുക മൈക്കയിലൊക്കെ ഒഴിക്കുമെന്ന് പറയുമ്പോൾ ഈ നെവിൻ അനുമോൾ കിടക്കുന്ന ബെഡിലേക്ക് ആ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ഈ പറയുന്ന നെവിൻ കാണിക്കുന്നത് വൃത്തികേട് തന്നെയാണ്. അനുമോടെ ആ ബെഡിലേക്ക് ഇവൻ ഒഴിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഉറങ്ങിയിട്ടില്ലാത്ത ഒരാളെ പോയി അവരുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യം ഇവനില്ലായിരുന്നു. ഇവൻ അനുമോളോട് പേഴ്സണലി ഗ്രഡ്ജുള്ള പോലെയാണ് ഇവൻ്റെ പെരുമാറ്റം. അതുമാത്രമല്ല, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആദിലെ നൂറ പോലും ഇല്ല. ഒരക്ഷരം മറുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരെ താക്കീത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അനുമോക്ക് വേണ്ടി സംസാരിച്ചത് ഷാനവാസും അനീഷും മാത്രമാണ്. ബാക്കി എല്ലാവരും ഈ അനുമോക്ക് എതിരെയാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നടക്കുന്ന ഈ ആദിലെ നൂറയൊക്കെ എന്ത് ഫ്രണ്ട്സാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ ഈ അനുമോൾ കിടക്കുന്ന ബെഡിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയും അനുമോളെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ കൂട്ടുകാരികൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യുന്നില്ല. ഇവിടെ അനീഷും ഷാനവാസും ഈ പറയുന്ന അനുമോളെ ചേർത്ത് പിടിച്ച് അനുമോളുടെ കൂടെ നിന്നു. ബാക്കിയുള്ള അക്ബറൊക്കെ വന്നിട്ട് വേറെ രീതിയിൽ ആ വിഷയത്തെ കൊണ്ടുപോകുന്നു. ആരും വന്നിട്ട് നല്ല പിള്ള ചമയുന്നു. ആര്യനാണ് ആക്ച്വലി ഈ പറയുന്ന വെള്ളം എടുത്ത് കൊടുത്തവൻ. എന്നിട്ട് ആര്യം വന്നിട്ട് അതിൻ്റെ അകത്ത് വേറൊരു കളി കളിക്കുകയാണ്. അനീഷ് ഇടപെട്ട് നെവിനെ നീ ഒന്ന് അടങ്ങെന്നൊക്കെ പറഞ്ഞ് നെവിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്തിനാ അനീഷ് ഏട്ടൻ അതിൻ്റെ അകത്ത് കയറി ഇടപെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആര്യൻ. എന്നാൽ ഇതിനകത്ത് വിഷയം ഉണ്ടാക്കിയത് ഈ പറയുന്ന ഈ ആര്യൻ തന്നെയാണ്. ആര്യനാണ് ആ വെള്ളം കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ആര്യനാണ്. എന്നിട്ട് നല്ല വെള്ളം ചമഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ അങ്ങ് മാറി നിൽക്കും. ഇപ്പോൾ ഈ നെവിൻ കാണിച്ച ഈ ഒരു വിഷയം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവൻ്റെ ഈ തെമ്മാടിത്തരവും ഇവൻ്റെ ഈ ചേട്ടത്തരവും ഒക്കെ വെച്ച് ഉറപ്പിക്കാനായിട്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത്? കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.